ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ഇന്ന് നിർണായകം. മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഹർജി കോടതി തള്ളിയാൽ സിദ്ദിഖ് കീഴടങ്ങിയേക്കും. മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയാണ് നടന് വേണ്ടി ഹാജരാവുക. സിദ്ദിഖിനെതിരെ ശക്തമായ തെളിവുണ്ടെന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ സിദ്ദിഖും സർക്കാരും ഒത്തുകളിക്കുകയാണെന്നാണ് അതിജീവിതയുടെ ആക്ഷേപം. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജും ഒപ്പം കൊച്ചിയിൽ നിന്ന് സെയ്ഫുന്നിസ അലിയാറും നമുക്കൊപ്പം എത്തുന്നു. ബ്രേക്കിംഗ് അവേഴ്സിൽ ഗുഡ് മോർണിംഗ് ശ്യാം ദേവരാജ്. കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എപ്പോഴാണ്? ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമേൽ പ്രതീക്ഷയർപ്പിച്ച് എവിടെയോ ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഒളിവിൽ കഴിയുന്ന സിദ്ദിഖിന് എത്രത്തോളം നിർണായകമാണ് ഇന്നത്തെ കോടതി നടപടി? സുജയപാർവതി, അങ്ങേയറ്റം നിർണായകമാണ് സിദ്ദിഖിന് ഇന്നത്തെ സുപ്രീം കോടതിയിലെ നടപടിക്രമങ്ങൾ. അല്പസമയത്തിനുള്ളിൽ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇന്ന് 62ാമത്തെ ഐറ്റമായാണ് പരിഗണനാ പട്ടികയിൽ ഈ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇടം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹർജി അല്പസമയത്തിനുള്ളിൽ പരിഗണിക്കും. ഇത് പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരും അതിജീവിതയും എതിർപ്പറിയിച്ച് വാദങ്ങൾ ഉന്നയിക്കും. ഈ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഹൈക്കോടതിയുടെ വിധിയിൽ പിഴവുണ്ട്, ക്രിമിനൽ തത്വ സംഹിതയ്ക്ക് എതിരാണ് ഈ വിധിന്യായം. മാത്രമല്ല തൻ്റെ വാദങ്ങൾ സമ്പൂർണ്ണമായും പരിഗണിച്ചിട്ടില്ല. താൻ ഈ കുറ്റം നിഷേധിച്ചു എന്നതുകൊണ്ട് ആ ഒരൊറ്റ കാരണത്താലാണ് തനിക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. ഇതിൻ്റെ തെളിവുകളെല്ലാം ശേഖരിച്ചു, അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്, തൻ്റെ ലൈംഗിക ക്ഷമത പരിശോധന ആവശ്യമില്ല എന്നടക്കമുള്ള വാദങ്ങളാണ് ഇന്ന് സുപ്രീം കോടതിയിൽ സിദ്ദിഖ് ഉന്നയിച്ചിരുന്നത്, തൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരുന്നത്. ഇതിൽ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും അതിജീവിതയും തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. അതിജീവിതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് വൃന്ദ ഗ്രോവർ, മുതിർന്ന വനിതാ അഭിഭാഷകയാണ്. ഒപ്പം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്നത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടിയുമാണ്. ഇവർ രണ്ടുപേരും ഉന്നയിക്കുന്നത് ശക്തമായ എതിർവാദങ്ങളാകും എന്നത് തീർച്ചയാണ്. കാരണം ആ വാദങ്ങളെ സംബന്ധിച്ച് സിദ്ദിഖും സർക്കാരും ഒത്തുകളിക്കുന്നുവെന്നാണ്. ശ്യാം ദേവരാജ്, സിദ്ദിഖിനെതിരെ ശക്തമായ തെളിവുണ്ടെന്ന് പറയുന്ന സർക്കാർ നിയോഗിച്ച SIT ഇതുവരെയും സിദ്ദിഖിലേക്ക് എത്തിയിട്ടില്ല. എവിടെയോ സുരക്ഷിതമായി മുൻകൂർ ജാമ്യാപേക്ഷയിലെ തീരുമാനം വരുന്നതുവരെ സിദ്ദിഖിന് കഴിയാൻ സാധിക്കുന്നുണ്ട്. സിദ്ദിഖും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി എന്ന് അതിജീവിത പറയുന്നത് ഇതുകൂടി മുൻനിർത്തിയല്ലേ? സുപ്രീം കോടതിയിലും ഇതേ വാദം അതിജീവിതയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ലേ? അങ്ങനെ തന്നെയാണ്, ആ വാദം തന്നെയാണ് ഉയർത്തുന്നത്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ മതിയായ അവസരം സർക്കാരിന് പ്രോസിക്യൂഷന് മുന്നിൽ ഉണ്ടായിരുന്നു, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടായിരുന്നു. എന്നിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാൻ മടിച്ചു. ഇത് അറസ്റ്റ് ചെയ്യാൻ മടിച്ചത് ഒത്തുകളി മൂലമാണ്. മാത്രമല്ല പ്രതിക്ക് ഒളിവിൽ പോകാനടക്കം പോലീസ് സമയം നൽകി. ഈ കാലഘട്ടത്തിൽ നിരവധിയായ ഇലക്ട്രോണിക് തെളിവുകളടക്കം സിദ്ദിഖ് നശിപ്പിച്ചിട്ടുണ്ട്. തന്നെ ഭീഷണിപ്പെടുത്തും എന്ന ഒരു പേടിയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷക വൃന്ദ ഗ്രോവർ സുപ്രീം കോടതിയിൽ ഉയർത്തുക. ഒപ്പം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടിയാണ്. ഐശ്വര്യ ഭട്ടി, സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പറയുന്നത് അന്വേഷണ സംഘത്തിന്റെ IP ഉദ്യോഗസ്ഥയായ മെറിൻ ജോസഫ് തന്നെ കഴിഞ്ഞ ദിവസം അവിടെ എത്തിയിരുന്നു. മെറിൻ ജോസഫ് ഇപ്പോൾ സുപ്രീം കോടതിയിലുണ്ട്. ബലാത്സംഗ കേസിൽ സിദ്ദിഖിനെതിരെ ശക്തമായ തെളിവുണ്ട് എന്നാണ് SIT സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകയെ ഞാൻ തിരികെ എത്താം. ശ്യാം.